തൊട്ട് 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 നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ. അതൊക്കെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പാടി നമുക്ക് അഭിനയിക്കാൻ പാടായിരിക്കും. റെക്കോർഡിങ് കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് കൺസോളിലേക്ക് വന്നു, എൻ്റെ തലയിൽ കൈവച്ച് സാർ അനുഗ്രഹിച്ചു. ആദ്യത്തെ പാട്ട് ഹിറ്റ്, രണ്ടാമത്തെ അയലിന്റെ ആഴങ്ങളിൽ വീണ്ടും ഹിറ്റ്, വീണ്ടും ഓമന പൂവേ എന്ന് പറയുന്ന പാട്ട് ഹിറ്റ്. എന്നിട്ട് ഈ കുട്ടി എവിടെ ഒളിച്ചോടി, എവിടെ പോയി? ഓമനക്കോമള താമരപ്പൂവേ രാവുമായില്ലേ, ഇനിയും നേരമായില്ലേ, വിരിയാൻ താമസമെന്തേ. പക്ഷെ വീട്ടിലെ ശരത് സാർ അമ്മ കേട്ടോ പഠിപ്പിക്കല്ലോ, അങ്ങനെയല്ല. മഹാദേവ മനോഹര മഹാമന്ത്രാധിപ പ്രഭോ മഹാമായ ഭഗവതി. കുറേ ആൾക്കാരുടെ ലൈഫൊന്ന് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ആസ് എ സിംഗർ, ആസ് എ മ്യൂസിഷ്യൻ, ഐ തിങ്ക് ദാറ്റ് വുഡ് ബി മൈ അൾട്ടിമേറ്റ് എയിം. മനുഷ്യരായിട്ട് സൃഷ്ടിക്കുന്ന കുറേ ബാരിയേഴ്സ് ഉണ്ടല്ലോ സൊസൈറ്റിയിൽ, അതിനപ്പുറം മ്യൂസിക്കിന് എത്താൻ സാധിക്കും. ദമാദം മസ്ത് കലന്ദർ അലി കാ പഹല നമ്പർ, ദമാദം മസ്ത് കലന്ദർ സഖി ഷാബാസ് കലന്ദർ, ഓ ലാൽ മേരേ, ഓ ലാൽ മേരേ. ഫിലിം സോങ്സ് അധികം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആഴലിൻ്റെ ആഴങ്ങളിൽ അവൻ മാഞ്ഞു പോയി. ഞാൻ ഇത്രയും പാട്ടൊക്കെ പാടിയെന്ന് എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് ഞാൻ പറയാതെ അറിയില്ല. പക്ഷെ പറയുമ്പം അവരുടെ കണ്ണിലെ ആ ഒരു സർപ്രൈസും എക്സൈറ്റ്മെന്റും ഒക്കെ എനിക്ക് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അഭിരാമി അജയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് അഭിരാമി. ഹലോ ചേട്ടാ, നമസ്കാരം. അല്ല, ഇതെവിടെ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു കുറേ പാട്ടൊക്കെ പാടിയിട്ട്? അതേക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തൊട്ട് തൊട്ട് ഒന്ന് നോക്കാമോ, വിദ്യാസാഗറിലാണ് തുടങ്ങിയത്. അന്ന് എത്ര വയസ്സായിരുന്നു? 14 വയസ്സ്. അപ്പോൾ 14 കാര്യങ്ങൾ ഊർജ്ജത്തോടു കൂടി ഒന്ന് പാടിയേ, വിശേഷം പറയാം. തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കാം. கல்லானி பேச்சோய் மாத்தே கதல் வடுவா தொட்டு 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 നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ. എട്ട് 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 വൈകാതെ കൊഞ്ചം എട്ടി നില്ല് കണ്ണേ. വാവു, ഏതോ തമിഴ്നാട്ടുകാരി പാടിയതായിട്ട് തെറ്റിദ്ധരിച്ചിരുന്ന പാട്ട്. കുറേ നാൾക്ക് എല്ലാവരും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പിന്നെ ഐ തിങ്ക് കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ വന്നപ്പോഴാണ് ആൾക്കാർ അറിയുന്നത് ഇതൊരു 14 വയസ്സുകാരി മലയാളി കുട്ടി പാടിയ പാട്ടാണ്. എങ്ങനെ, ലാൽ ജോസ് ആണോ ശരിക്കും ഹെൽപ്പ് ചെയ്തത്? കഥ എന്താണ്? അതെ അതെ, കഥ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. ഞാനിപ്പം കുഞ്ഞുനാളിലൊക്കെ ദുബായിലായിരുന്നു. അപ്പം ഒരു 5th സ്റ്റാൻഡേർഡ് തൊട്ട് സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അതിന് മുമ്പേ മരുഭൂമിയിലെ വരണ്ട കാലാവസ്ഥയിൽ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ അങ്ങനെ കഴിയായിരുന്നു. അപ്പോഴത്തേക്കാണ് കോള് വരുന്നത്. അപ്പം ഞാൻ ഒരു സ്റ്റേജ് പെർഫോമൻസിൽ അവിടെ എന്ന് വെച്ചാൽ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഇങ്ങനെ വിളിക്കുമായിരുന്നു ഷോസിനൊക്കെ. അപ്പോൾ ഒരു കൗതുകമാണല്ലോ. അപ്പം ചിലപ്പം അവിടെ വരുന്ന വലിയ സിംഗേഴ്സ്, ഇപ്പം വേണുഗോപാൽ സാറ് പോലത്തെ വലിയ വലിയ ആൾക്കാരുടെ ഡ്യുവറ്റ്സോ അല്ലെങ്കിൽ ഒരു സോളോ സോങ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പം അങ്ങനെ ഞാനൊരു ദിവസം താനീ തിരിഞ്ഞും മറിഞ്ഞും ബാബുക്കൻ്റെ ഓൾ ടൈം ഹിറ്റായിട്ടുള്ളൊരു പാട്ട് പാടി. അപ്പം അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അന്ന് സാറ് ഇങ്ങനെ ഒരു ദിവസം കാണണം എന്ന് പറഞ്ഞു. അപ്പം സാറിനെ കാണാൻ പോയി. പിന്നെ ഒരു 2-3 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ മെഹഫിലായിരുന്നു. എനിക്കറിയാവുന്ന പാട്ടിലൊക്കെ അല്ലെങ്കിൽ സാറ് പറയുന്ന പാട്ടിലൊക്കെ ഞാൻ പാടിക്കൊടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് വിദ്യാസാഗർ സാറിന് ഡെമോ ട്രാക്ക് അയച്ചു കൊടുക്കൂ എന്ന് പറയുന്നത്. അപ്പം ആ സമയത്ത് ഡയമണ്ട് നെക്ലസിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്, ദുബായിലായിരുന്നല്ലോ. അപ്പം അങ്ങനെ വിദ്യാസാഗർ സാറിന് ഞാൻ സപ്തസ്വരങ്ങളാടും എന്ന് പറഞ്ഞിട്ട് വാണിയമ്മയുടെ അർജുനൻ മാഷിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആ പാട്ട് പാടി. അപ്പം അതൊരു രാഗമാലികയാണ്. 4 പാരഗ്രാഫ്സിലും 4 ഡിഫറെൻറ്റ് രാഗങ്ങളിലുള്ളൊരു സെമി ക്ലാസിക്കൽ സോങ്. അപ്പോൾ അത് പാടി ഞാൻ അയച്ചു. ഒരു 10 ദിവസം ഒരു അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എല്ലാ ദിവസവും ഈ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പം അമ്മയോട് ചോദിക്കാം, അമ്മയെ കോൾ വല്ലതും വന്നോ വിദ്യാസാഗർ സാറിൻ്റെ സ്റ്റുഡിയോ എന്ന്. പക്ഷെ 10 ദിവസം ഒന്നും വന്നില്ല.
അത് കഴിഞ്ഞപ്പം ഉച്ചയ്ക്ക് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ സാറ് വിളിച്ചിട്ടുണ്ട്, സാറിൻ്റെ മാനേജറാണ് വിളിച്ചത്, അപ്പം ചെന്നൈക്ക് പോകണം, പിന്നെ ആ പാട്ട് സാറിന് ഇഷ്ടപ്പെടുകയാണെങ്കിലാണ് അത് സ്ട്രേറ്റ് എടുക്കുക, എന്തായാലും ഒന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഡയമണ്ട് നെക്ലസിൻ്റെ ഷൂട്ടിംഗ് നടക്കുക. അപ്പം ഞാൻ ലാലോങ്കലിനെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ കാണാൻ ഞാൻ ആ ഷൂട്ടിംഗ് സ്പേസിൽ പോയി. അപ്പോൾ ഭയങ്കര തണുപ്പാണ്. അപ്പം ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ ലാലോങ്കൽ ഭയങ്കര കെയറിങ് ആണ് അദ്ദേഹം. അപ്പം പുള്ളി ഇട്ടിരിക്കുന്നൊരു സ്കാർഫ്, നിലാമലരെ സോങ് ശ്രദ്ധിച്ച് മനസ്സിലാവും. സമൃദ്ധ സുനിൽ ഇങ്ങനെ ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പം തലയിൽ ഒരു സ്കാർഫ് ഇടുന്നു, ഹെഡ് സ്കാർഫ് ബൻഡാന ഇടുന്നുണ്ട്. അപ്പം അതാണ് എനിക്ക് ഊരി തന്നെ, നീ വോയിസ് ഒക്കെ സൂക്ഷിക്കണം പോകുന്നവരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അദ്ദേഹം ഗിവ് മി എ ലോട്ട് ഓഫ് ബ്ലെസ്സിങ്സ് ആൻഡ് ഹി സെൻറ്റ് മീ. പിന്നെ ഞാൻ വർഷാവല്ലകി പോയി വിദ്യാസാഗർ സാറിനെ കണ്ടു. അപ്പോൾ എന്നെ കണ്ട ഉടനെ സാറ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, இந்த ചെറിയ പൊണ്ണിനെ ഞാൻ എങ്ങനെ റൊമാൻസ് പറഞ്ഞു മനസ്സിലാക്കുന്നതാണ്. സാറിന് ചെറുതായിട്ട് ഭയന്നു എന്ന് തോന്നുന്നു. പക്ഷേ ആൻഡ് ദാറ്റ് ഇറ്റ് വാസ് കൊളോക്കിയൽ തമിഴ്. അപ്പം നമ്മൾ സാധാരണ പറയുന്ന തമിഴും അല്ലായിരുന്നു. അപ്പം ഓരോ വേർഡിൻ്റെ മീനിങ്ങും കാര്യങ്ങളും എന്താണ് എക്സ്പ്രഷൻ ഇടേണ്ടതെന്നൊക്കെ മുരുകൻ സാറ് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ പിന്നെ ആ പ്രായത്തിൽ ഐ തിങ്ക് ടെൻഷനൊന്നും ഇല്ലാത്തൊരു പ്രായമായിരിക്കുമല്ലോ. 14 years എന്ന് പറയുമ്പം നമുക്ക് ആ നടക്കുന്ന കാര്യത്തിൻ്റെ ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രായമില്ല. ഇത്രയും വലിയൊരു ലെജൻഡ് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്നോ അല്ലെങ്കിൽ അപ്പം ടെൻഷൻ എന്നൊരു കാര്യമില്ലായിരുന്നു. അപ്പം അങ്ങനെ അങ്ങ് പോയി പാടി. റെക്കോർഡിങ് കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് കൺസോളിലേക്ക് വന്നു, എൻ്റെ തലയിൽ കൈവച്ച് സാർ അനുഗ്രഹിച്ചു. വെരി ഹാപ്പി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തിരിച്ച് എത്തി. പിന്നെ അപ്പോഴത്തേക്കും ഐ തിങ്ക് റഫായിട്ടൊരു CD ഇവർക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട്, ഫഹദ് ഫാസലിനും ഗൗതമി ചേച്ചിക്കും അഭിനയിക്കാൻ വേണ്ടിയിട്ട് ദേ ഹാഡ് സെൻഡ് ഇറ്റ് ഓവർ. അപ്പം എല്ലാവരും ഞാൻ അപ്പോൾ വിളിച്ചപ്പം ലാലോങ്കൽ പറഞ്ഞു നീ സെറ്റിലേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ പോയപ്പം എവ്രിബഡി ഭയങ്കര അപ്ലോസ് ഒക്കെ തന്നു. ഫഹദിക്ക ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പാടി നമുക്ക് അഭിനയിക്കാൻ പാടായിരിക്കും. സോ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ആസ് ഐ തിങ്ക് 14-year-old ഇറ്റ് മെൻറ്റ് എ ലോട്ട് ടു മീ. സോ ആ മൂമെൻറ്റ്സ് ഒക്കെ ഞാൻ ഇപ്പോഴും വളരെ ചെറിഷ് ചെയ്യുന്ന കുറച്ച്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആദ്യത്തെ പാട്ട് ഹിറ്റ് തൊട്ട് തൊട്ട്, രണ്ടാമത്തെ അയലിൻ്റെ ആഴങ്ങളിൽ വീണ്ടും ഹിറ്റ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓമനപ്പൂവേ എന്ന് പറയുന്ന പാട്ട് ഹിറ്റ്. ഈ 3 പാട്ടും ഹിറ്റാകുക എന്ന് പറയുന്നത് അപൂർവമാണ്. അതും ചെറിയൊരു കുട്ടിയുടെ 3 പാട്ടുകൾ ഹിറ്റായി. എന്നിട്ട് ഈ കുട്ടി എവിടെ ഒളിച്ചോടി, എവിടെ പോയി? എവിടെയും അത് ഞാൻ പാടുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ. ഐ വാസ് ഡൂയിങ് എ ലോട്ട് ഓഫ് പ്രൊഡക്ഷൻസ്. സിനിമയിലും അത് വിദ്യാസാഗർ സാറിന് തന്നെ ഗീതാഞ്ജലി എന്നൊരു പടം ഉണ്ടല്ലോ, പ്രിയദർശൻ സാർ, അതിൽ ഒരു പാട്ടുണ്ടായിരുന്നു. പിന്നെ തോപ്പിൽ ജോപ്പനിൽ ചിത്രാമ്മയുടെ പൂവിതലായി ഞാൻ നാഥയുടെ എൻ്റെ യങ്ങർ വേർഷൻ പാടിയിട്ടുണ്ടായിരുന്നു. എം ജയേന്ദ്രൻ സാറിൻ്റെ, ലെനിൻ രാജേന്ദ്രൻ സാർ ഡയറക്റ്റ് ചെയ്ത ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം, അതിലൊരു പാട്ട് പാടി. ഫിലിം സോങ്സ് അധികം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഫിലിം സോങ്സിന് എപ്പോഴും ഉള്ളൊരു കാര്യം വെച്ചാൽ നമുക്ക് ആൾക്കാരെ ഫോൺ എടുത്ത് വിളിക്കാനും ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്ന് അറിയിക്കാനൊക്കെ ഭയങ്കര ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അറിയിക്കാൻ വേണ്ടി ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് പാട്ട് പാടുക. അടുത്ത പാട്ട് അത് അഴലിൻ്റെ ആഴങ്ങളിൽ ഔസേപ്പച്ചൻ സാർ. ഇത് പറയുന്നതിന് മുമ്പ് അതും സാറിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസും പറയണം. ഐ മീൻ ഇറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ഇങ്ങനത്തെ ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയോടൊപ്പം ആദ്യത്തെ നമ്മുടെ കരിയറിലെ ഫേസിൽ പാടാൻ പറ്റുന്നത് തന്നെ വലിയൊരു മഹാഭാഗ്യമാണ്, ദൈവാധീനം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം സാറിൻ്റെ ഒക്കെ കൂടെയുള്ള അത് ശരിക്കും പറഞ്ഞാൽ 1 day long ആയിരുന്നു ആ റെക്കോർഡിങ് സെഷൻ. ഇപ്പോഴും മറക്കാൻ പറ്റില്ല. 9 മണിക്കായി എൻ്റർ ദ സ്റ്റുഡിയോ, ചേതന സ്റ്റുഡിയോയിലായിരുന്നു തൃശ്ശൂർ. ആൻഡ് രാത്രി 9 മണിക്കാണ് സീയിങ് ഔട്ട്സൈഡ് വേൾഡ്. അപ്പം ആ 12 മണിക്കൂറും ശരിക്കും ഒരു ട്രെയിനിങ് സെഷൻ ആയിരുന്നു. അപ്പം സാറ് പാടിക്കഴിഞ്ഞതിന് ശേഷമാണോ അപ്പം നിഖിൽ അദ്ദേഹത്തിൻ്റെ വേർഷൻ തന്നെ കേൾപ്പിച്ചിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ബേസിക് സോങ് പഠിച്ചത്. പക്ഷെ പാട്ട് ശ്രദ്ധിച്ചാൽ അറിയാം കുറേ വേരിയേഷൻസ് ഉണ്ട്. അപ്പം അതൊക്കെ സാറ് ചിലത് പറഞ്ഞു തന്നു സാറ്. പിന്നെ സാറ് പറഞ്ഞു നീ തന്നെ പാടുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ഇംപ്രവൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആ ഒരു പാട്ട് വന്നത്. അപ്പം അതെന്തായാലും പാടാം.
മാത്രമായി ഇരുൾ ജീവനേ പൊതിഞ്ഞു ചീതൽ പ്രാണനിൽ മീഞ്ഞു കീതയ്ക്കുന്നു നീ ശ്വാസമേ ആഴലിൻ്റെ ആഴങ്ങളിൽ അവൻ മാഞ്ഞു പോയി നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഞാൻ ചെയ്യുന്ന ജോലിയുടെ സൗന്ദര്യം ഞാൻ ആസ്വദിക്കായിരുന്നു. സുന്ദരിയായ ഒരു പെണ്ണ് മുമ്പിലിരുന്ന് ഭയങ്കര രസകരമായിട്ട് പാടുന്നു. ഈ ജോലിയുടെ ഒരു ഭാഗ്യല്ലേ, രസമല്ലേ? കുറച്ചൊന്ന് പുകഴ്ത്താം. ഈ ബുദ്ധിജീവികളെ പുകഴ്ത്തി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുമെന്നുള്ളത് എനിക്കറിയാം. നിങ്ങളടുത്ത് സംസാരിക്കുമ്പോൾ ഞാനൊരു 35 ഒക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോഴാണ് 10-26 വയസ്സായ ഒരു ചെറിയ പെൺകുട്ടിയാണെന്നുള്ളത് പിന്നീട് മനസ്സിലാവുന്നത്. പലർക്കും ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്ന രീതി കൊണ്ടാണോന്ന് അറിയില്ല. പക്ഷേ ഞങ്ങള് ഔസേപ്പച്ചൻ സാറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇൻസ്റ്റാ സോങ്ങിൽ പെടുന്ന ഒരു പാട്ടാണ് ഈ ആഴിന്റെ ആഴങ്ങളിൽ. ഇപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ഇൻസ്റ്റയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചില സോങ്സുകൾക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്, ഇൻസ്റ്റയിൽ ഇങ്ങനെ ഹിറ്റാവും, വീണ്ടും വീണ്ടും ഹിറ്റാവുന്ന പാട്ടുകളുണ്ട്. അപ്പോൾ ചില സോങ്സുകളെ ഞങ്ങൾ ഇങ്ങനെ പ്രത്യേകം കാറ്റഗറൈസ് ചെയ്തു ഔസേപ്പച്ചൻ സാറിനെ തന്നെ. അപ്പോൾ അതിൽ ഒരു പാട്ടാണ് എനിക്ക് തോന്നുന്നു ഇതും അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ് ആഴിന്റെ ആഴങ്ങളിൽ. ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, യങ്സ്റ്റേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇപ്പോഴും ആഘോഷിക്കുന്ന പാട്ടുകളൊന്നാണ്. മ്യൂസിക് മോജോയിൽ മഹാദേവയുടെ വീഡിയോയുടെ അടിയിൽ പോയിട്ട് നമ്മൾ കമന്റ് വായിക്കുമ്പോൾ അതിലൊരു കമന്റ് രസം എന്താണെന്ന് വെച്ചാൽ, ഈ ഒറ്റ പാട്ട് മതി അഭിരാമിക്ക് ജീവിതം ധന്യമാകാൻ എന്നാണ് അതിനകത്ത് കൊടുത്തേക്കുന്ന കമന്റ്. മഹാദേവ അടിപൊളിയായിട്ട്, അതായത് 4700 സംതിങ് കമന്റ്സ് ആണ് അതിനകത്തുള്ളത്. അത് മൊത്തത്തിൽ വായിച്ച് തീർത്തിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, അത്രയും കമന്റ്സ് ഉണ്ട്. ഭയങ്കര രസകരമായ പരിപാടിയല്ലേ. ഇപ്പോഴും പുതിയ പുതിയ കമന്റ്സും പുതിയ വ്യൂവേഴ്സും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഓൾമോസ്റ്റ് 8.5 മില്യൺ എന്തോ അടുത്ത്. അപ്പം ഞാൻ ഇത് കൺസെപ്ഷ്യലൈസ് ചെയ്തപ്പം ഒരു 6 പാട്ടിന്റെ പ്രൊഡക്ഷൻ വേണം എന്നാണ് കാപ്പ TV പറഞ്ഞത്. അപ്പം അങ്ങനെ കൺസെപ്ഷ്യലൈസ് ചെയ്തപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ എടുത്തൊരു പാട്ടാണ് മഹാദേവ. പക്ഷെ എനിക്ക് സോപാന സംഗീതം ഒരു പുതിയ രീതിയിൽ ചെയ്യണം എന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പം അമ്പലപ്പുഴ വിജയകുമാർ സാർ ഇത് പാടുന്നതായിട്ട് കേട്ടു, അമ്പലത്തിലൊരു സ്റ്റേജിൽ വെച്ചിട്ട്. അപ്പം കേൾക്കുമ്പോൾ ഒരു റിഫ്രഷിംഗ് ആയിട്ട് തോന്നിക്കുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കുറേ ചിന്തിച്ചു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ നമുക്ക് ഡിഡ്ഗെറിഡു ഒക്കെ പോലത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, അതൊക്കെ കിട്ടാൻ കുറച്ച് നല്ല പാടായിരുന്നു. അതൊക്കെ ഹിമാലയൻ സാനുക്കളിൽ കിട്ടുന്ന കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പം ഞാൻ കുറേ തപ്പിയിട്ടൊക്കെയാണ് ആ ഇൻസ്ട്രുമെൻറ്റ്. പിന്നെ നമുക്കൊരു റെയിൻ മേക്കർ എന്നൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതിങ്ങനെ അതിൽ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ചരിക്കുമ്പം ഈ ഉള്ളിലുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ വീഴും. അപ്പം റെയിൻ മേക്കർ എന്നാണ് പറയുന്നത്. അപ്പം അതൊക്കെ കിട്ടാൻ സോഴ്സ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ ഐ ഹാഡ് എ വണ്ടർഫുൾ ടീം ഓഫ് മ്യൂസിഷ്യൻസ്. റാൽഫൻ സ്റ്റീഫൻ ബാൻഡായിരുന്നു ഞാൻ ഫീച്ചർ ചെയ്തത്. അപ്പം all of the musicians were extremely experienced and very ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പം ഞാൻ എന്ത് വേണം എന്ന് പറഞ്ഞാലും അത് എനിക്ക് എത്തിച്ചു തരുന്ന രീതിയിൽ അവരും അത് വിഷ്വലൈസ് ചെയ്തെന്നുള്ളൊരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. അപ്പം അങ്ങനെ ചെയ്ത്, പക്ഷെ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല മഹാദേവ ഇത്രയും ഇറ്റ് വിൽ ചേഞ്ച് മൈ ലൈഫ് എന്നുള്ളൊരു കാര്യം. ബിക്കോസ് ചേഞ്ച് മൈ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഇൻ ടേംസ് ഓഫ് എനി മെറ്റീരിയലിസ്റ്റിക് തിങ്സ്. ഇപ്പം അത് കഴിഞ്ഞ് ഞാൻ ഷോസ് എനിക്ക് കിട്ടിയോന്നോ അല്ലെങ്കിൽ വേറെ കുറേ പാട്ട് എനിക്ക് ചാൻസസ് വന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. പക്ഷേ ദ ഷിയർ റെസ്പോൺസ് ദാറ്റ് ഐ ഗോട്ട് ഫ്രം ദി ഓഡിയൻസ് ലിസണേഴ്സ്. ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും കോമൻസ് വരികയാണ്. ആൻഡ് ചില ആൾക്കാർ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ആൻറ്റി പറഞ്ഞിട്ടുള്ളതാണ്, എത്രയോ വർഷങ്ങളായിട്ട് അവർക്ക് ഐ ഡ്രൈനസ് ആയിരുന്നു കണ്ണിന്. അപ്പം അവർക്ക് കരയണം എന്ന് തോന്നിയാലും കണ്ണുനീര് വരാത്തൊരു പ്രത്യേകതരം സിറ്റുവേഷനാണ് അവർക്ക്. പക്ഷെ ഈ പാട്ട് കേട്ടിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം അവരുടെ കണ്ണ് നനഞ്ഞു എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനത്തെ കുറേ കോമൻസ്, കുറേ ആൾക്കാരുടെ ലൈഫൊന്ന് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ആസ് എ സിംഗർ, ആസ് എ മ്യൂസിഷ്യൻ ഐ തിങ്ക് ദാറ്റ് വുഡ് ബി മൈ അൾട്ടിമേറ്റ് എയിം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ഈ ഒരു പാട്ടിലൂടെ സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. ആൻഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട് ഇസ് ദാറ്റ് ചേട്ടൻ കമൻസ് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ബിയോണ്ട് റിലിജൻ, ബിയോണ്ട് ലാംഗ്വേജസ്, മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ വേറെ ഏത് ലാംഗ്വേജ് ഭാഷ പറയുന്ന ആളായിക്കോട്ടെ, എല്ലാവരും അതാണ് മ്യൂസിക്കിൻ്റെ ഒരു ഭംഗി എന്നും ഞാൻ വിശ്വസിക്കുന്നു.
സോ ഇഫ് യു ആർ ഏബിൾ ടു എൻജോയ് മ്യൂസിക് ബിയോണ്ട് എനി ആർട്ടിഫിഷ്യൽ ബാരിയേഴ്സ്, നമ്മൾ മനുഷ്യരായിട്ട് സൃഷ്ടിക്കുന്ന കുറേ ബാരിയേഴ്സ് ഉണ്ടല്ലോ സൊസൈറ്റിയിൽ, അതിനപ്പുറം മ്യൂസിക്കിന് എത്താൻ സാധിക്കും. അങ്ങനെ എനിക്ക് ചെറിയ രീതിയിൽ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. വർത്താനമല്ല, പാട്ടാണ് പ്രധാനം. പാടാം. ഇത് പാടുമ്പം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അമ്പലപ്പുഴ മധു സാറിനെ കുറിച്ചാണ്. സാറാണ് എൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. സാഡ്ലി ഫോർ സം റീസൺ എനിക്ക് ഇദ്ദേഹമാണ് ഇത് ഈ സോപാന സംഗീതം എഴുതിയിട്ടുള്ളത് എനിക്ക് ആ സമയത്ത് പാടിയപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു യൂട്യൂബ് വീഡിയോ ആയിരുന്നു എൻ്റെ സോഴ്സ്. അപ്പോൾ അതിൽ അമ്പലപ്പുഴ വിജയകുമാർ സാർ ഇന്ന് പാടുന്നു, അല്ലാണ്ട് ഈ വരികൾ ആരാന്ന് അതിലും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്കും കുറച്ച് വിഷമമായി. ആൾക്കാരിങ്ങനെ ഞാൻ ക്രെഡിറ്റ് കൊടുത്തില്ല എന്നുള്ളൊരു രീതിയിൽ ചില ആൾക്കാർ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. അപ്പം തന്നെ ഞാൻ അമ്പലപ്പുഴ സാറിൻ്റെ നമ്പർ എടുത്ത് വിളിച്ചു, അദ്ദേഹത്തോട് സംസാരിച്ചു. ആൻഡ് ഇപ്പോഴും നമ്മൾ നല്ല ടച്ചിലാണ് ഉള്ളത്. സോ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ റിലേഷൻ. അപ്പം ഈ ഒരു സ്പേസിൽ ഐ വുഡ് ലൈക്ക് ടു ഗിവ് മൈ നമസ്കാരം ടു ഹിം ഓൾസോ. പാടാം. മഹാദേവ മനോഹര മഹാമന്ത്രാധിപ പ്രഭോ മഹാമായാ ഭഗവതി പ്രിയാനീ തൊഴുന്നേ. മഹാദേവ മനോഹര മഹാമന്ത്രാധിപ പ്രഭോ മഹാമായാ ഭഗവതി പ്രിയാ നിന്നെ തൊഴുന്നേ. ആളുകളെ കരയിപ്പിച്ച പാട്ടാണ്. ഭയങ്കര രസമാണ് കേട്ടോ. അതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത എല്ലാ മ്യൂസീഷ്യന്മാരും അവരുടെ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അടിപൊളിയായിട്ടുണ്ട്. തീമാറ്റിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കായിരുന്നു, അതേ ഉള്ളിൽ മ്യൂസിക്കിനോടുള്ളൊരു അസാധ്യമായിട്ടുള്ളൊരു ആരാധന ആണോ? ശരിക്കും ഏതാണ്? എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു മ്യൂസിക്കിനോട് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടമുണ്ട്. അതിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അഭിരാമി ആഗ്രഹിക്കുന്നുണ്ടെന്ന് അഭിരാമിയുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? അത് തന്നെയാണ് സർ. എനിക്ക് മാർക്കറ്റിംഗ് ഒന്നാമത് എനിക്ക് പറഞ്ഞാൽ വിശ്വസിക്കുന്ന അറിയാൻ ഭയങ്കര പുറകോട്ടാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ ഇത്രയും പാട്ടൊക്കെ പാടിയെന്ന് എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് ഞാൻ പറയാതെ അറിയില്ല. എൻ്റെ ഫേസ് ഫെമിലിയാരിറ്റി കുറവായതുകൊണ്ട്. പക്ഷെ പറയുമ്പം അവരുടെ കണ്ണിലെ ആ ഒരു സർപ്രൈസും എക്സൈറ്റ്മെന്റും ഒക്കെ എനിക്ക് ആ പാട്ടാന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു ഡ്യുവൽ ലൈഫാണ് ജീവിക്കുന്നത്. ചിലപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ സ്റ്റേജിലൊക്കെ കുറേ പേരുടെ മുമ്പിലൊക്കെ ഇരുന്ന് പാടുക. നെക്സ്റ്റ് ഡേ ഞാൻ ഏതെങ്കിലും എൻ്റെ സോഷ്യൽ സയൻസ് പ്രോജക്റ്റിനോടനുബന്ധിച്ച് എവിടെയെങ്കിലും ഫീൽഡ് വർക്ക് ആയിരിക്കും. അപ്പം KSRTC ബസ് ട്രാവൽ ചെയ്യുക, ട്രെയിൻ ട്രാവൽ ചെയ്യുക. അപ്പോൾ ഭയങ്കര ഡ്യുവൽ ലൈഫ്സ് ആണ്. അപ്പോൾ ഞാൻ തീമാറ്റിക് കോൺസേർട്സിൻ്റെ കാര്യം പറഞ്ഞത്, ഡെഫിനറ്റ്ലി എനിക്ക് മ്യൂസിക്കിൽ ദർ ആർ സോ മെനി പീപ്പിൾ ഹു ഹാവ് ഇൻസ്പയർഡ് മീ. മ്യൂസിക്കലി മാത്രമല്ല, ചിലപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സോ അല്ലെങ്കിൽ മ്യൂസിക്കിനെ കാണുന്ന രീതി, നമ്മൾ ചിലപ്പോൾ പാട്ട് പാടുന്നത് മാത്രമല്ല എങ്ങനെ നമ്മൾ മ്യൂസിക്കിനെ അപ്രോച്ച് ചെയ്യുന്നു, അതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് എൻ്റെ ഗുരുനാഥനാണ്, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സർ. അപ്പം സാറാണ് എന്നെ, ഹീ ടോട്ട് മീ ഹൗ മ്യൂസിക് ഇസ് എ വേ ഓഫ് ലൈഫ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഹ്യൂമിലിറ്റി, സംഗീതത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതി തന്നെ ഞാൻ സാറിൻ്റെ അടുത്തു നിന്നാണ് പഠിച്ചത്. അത് തന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കെങ്ങനെയാണ് ആ സംഗീതത്തെ നമ്മുടെ ഒരു രീതിയിൽ മോൾഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം സാറ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ചിലപ്പം ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് സോഷ്യൽ സയൻസ്, ഞാനിപ്പോൾ പബ്ലിക് പോളിസി ആൻഡ് ഗവർണൻസ് മാസ്റ്റേഴ്സ് ചെയ്യാണ്. അപ്പം ചിലപ്പോൾ ആ സോഷ്യൽ സയൻസസിനോടുള്ളൊരു പ്രണയം കൂടി ആയിരിക്കാം ഈ ഒരു തീമാറ്റിക് കോൺസെർട്ട് എന്ന രീതിയിൽ മ്യൂസിക്കും
നമ്മുടെ സൊസൈറ്റലായിട്ടുള്ള കാര്യങ്ങളും എങ്ങനെ നമുക്ക് മേർജ് ചെയ്യാം എന്നുള്ളൊരു ഒരു ഐഡിയയിലേക്ക് എത്തിയത്. അപ്പം നമുക്കറിയുന്നത് പോലെ ദർ ആർ ലോട്ട് ഓഫ് മിസ്ഇൻറ്റർപ്രിട്ടേഷൻസ് അബൌട്ട് എ ലോട്ട് ഓഫ് തിങ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഭക്തി എന്ന് പറയുന്നത് ഡിവോഷൻ, ഏത് ദൈവം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, ഡിവോഷൻ ക്യാൻ ബി ടുവേർഡ്സ് എനിത്തിങ്. ഇപ്പം ഒരു മാർസിസ്റ്റുകാരനോട് ചോദിച്ചാൽ പറയും ഞാൻ മാർക്സിനെയാണ് ദൈവത്തെ പോലെ ആരാധിക്കുന്നതെന്നാണ്. ആ ഒരു ഡിവോഷൻ എന്ന് പറയുന്ന ഒരു തലം ഭയങ്കര മിസ്ഇൻറ്റർപ്രിറ്റഡ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഭക്തി മൂവ്മെൻറ്റ് നമ്മുടെ രാജ്യത്തിൽ, അന്ന് രാജ്യം എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല, ഒരു ഭാരതദേശത്തിൽ ഉത്ഭവിച്ചപ്പം there were a lot of aims that it had, not just to spread bhakti. Definitely ഭക്തി മൂവ്മെൻറ്റിൽ അത് മേജർ തിങ്. പക്ഷെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ അത് റെവല്യൂഷനൈസ് ചെയ്യാൻ അന്നത്തെ ഭക്തി സെയിൻസ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പം നമുക്ക് കർണാടകയിലുള്ള ബസവേശ്വര എടുക്കുക, ബസവണ്ണ എന്ന് പറഞ്ഞിട്ടൊരു വെരി ഫേമസ് ഭക്തി സെയിൻ്റ് ഉണ്ട്. ഇപ്പം ലിംഗായത് സെക്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഫൗണ്ടർ എന്ന രീതിയിലാണ് ബസവെ അറിയപ്പെടുന്നത്. ബസവേശ്വരയുടെ കുറേ കോമ്പോസിഷൻസ് നമുക്ക് ലിറിക്സ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം വെച്ചാൽ he went outrightly against the caste system that was prevalent. Caste മാത്രമല്ല, the general socio-economic condition that was prevalent in that region. അപ്പം ഭക്തി ഒരു കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ ഒരു സെക്ട് ഓഫ് പീപ്പിളിനോ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ടാണ് അന്നത്തെ കാലത്ത് ഇത് വെച്ചുകൊണ്ടിരുന്നത്. ആൻഡ് പീപ്പിൾ ഓഫ് ദി അതർ കമ്മ്യൂണിറ്റീസ് ഡിഡ് നോട്ട് നോ ദാറ്റ്, യുനോ, അത് നോർമലൈസ് ചെയ്യപ്പെട്ടു. പക്ഷേ ബസവേശ്വര പോലത്തെ അങ്ങനത്തെ ഭക്തി സെയിൻസ് വന്നപ്പോഴാണ് ഓക്കെ, യുനോ, എനിക്ക് എൻ്റെ ശിവനോടുള്ള ഭക്തി, ഐ ഓൾസോ ഹാവ് ദ റൈറ്റ് ടു പ്രേ ടു ശിവ എന്നുള്ളൊരു കാര്യം മനസ്സിലായത് ആൾക്കാർക്ക്. അങ്ങനെയാണ് ദ ഭക്തി മൂവ്മെൻറ്റ് സ്പ്രെഡ്. ഓൾ ഓഫ് ദീസ് പോയിറ്റ്സ് ഇൻ ജനറൽ അവരുടെ ലിറിക്സ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ദാറ്റ് ഭക്തി ഈസ് സംതിങ് ദാറ്റ് ഈസ് ബിയോണ്ട് എനി ബാരിയേഴ്സ്, ആർട്ടിഫിഷ്യൽ ബാരിയേഴ്സ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വൺ ഓഫ് ദ കോമ്പോസിഷൻസ് ഓഫ് ബസവ എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് എന്നെ പുള്ളി ചെയ്തൊരു കോമ്പോസിഷനാണ്. അതിൽ പറയുന്നത് ഉള്ളവരു ശിവാലയമാടുവരു, ഉള്ളവരു ശിവാലയമാടുവരു. എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു വെൽത്തി ധനമുള്ള ഒരാൾക്ക് ഒരു ടെമ്പിൾ, ഒരു അമ്പലം പണിഞ്ഞാൽ അത് അവിടെ പോയി ഭഗവാനെ പൂജ ചെയ്യാൻ പറ്റും. ബടവനയ്യ പോ മാൻ. എന്നെ പോലത്തെ ഒരു ധനികനല്ലാത്തൊരാൾക്ക് എങ്ങനെയാണ് ഞാൻ ശിവനെ പ്രാർത്ഥിക്കുന്നതെന്നാണ് ആദ്യത്തെ വരിയിൽ ചോദിക്കുന്നത് അദ്ദേഹം. ആ സെയിം കോമ്പോസിഷനിൽ അദ്ദേഹം അതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. എന്ന കാലേ കമ്പവയ്യ ദേഹവേ ദേഗുല ശിരവിഹുന്ന കലശവയ്യ. എൻ്റെ അർത്ഥം, എൻ്റെ കാലാണ് ദ പില്ലർ ഓഫ് ദ ടെമ്പിൾ, എൻ്റെ ശരീരം തന്നെയാണ് ഷ്രൈൻ, എൻ്റെ ശിരസ്സാണ് കലശം ടെമ്പിളിലുള്ള. അപ്പം നോക്കുകയാണെങ്കിൽ എൻ്റെ ഈ ഫിസിക്കൽ ബോഡി തന്നെയാണ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. സോ ഐ ഡോണ്ട് ഹാവ് ടു ഗോ ടു എനി ഫിസിക്കൽ പ്ലേസ് ഇൻ സെർച്ച് ഓഫ് ഗോഡ്, ബട്ട് ഗോഡ് റിസൈഡ്സ് വിത്തിൻ മീ. അപ്പം ആ ഒരു കോൺസെപ്റ്റാണ് യു ക്യാൻ ഫൈൻഡ് അക്രോസ് ഓൾ ദീസ് ഭക്തി സെയിൻസ് കോമ്പോസിഷൻ. അതിൽ ശരിക്കും അഭിരാമി പറയാൻ ശ്രമിക്കുന്നതിൽ ഒരു റെഫർമേഷൻ്റെ അപ്പുറത്തേക്ക് റിനൈസൻസിൻ്റെ ഒരു സ്പേസിലേക്ക് ഇത് പോയി എന്നാണോ ഭക്തി പ്രസ്ഥാനം? തീർച്ചയായിട്ടും റിനൈസൻസ് ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് അക്കാലം വരെ കാണാൻ പറ്റാത്ത കുറേ റെവല്യൂഷൻസ്, കുറേ സോഷ്യൽ ചേഞ്ചസ് ഭക്തി മൂവ്മെൻറ്റിന് കൊണ്ടുവരാൻ സാധിച്ചു. ഇൻ ടേംസ് ഓഫ് ജെൻഡർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മീരാബായി അല്ലെങ്കിൽ അക്ക മഹാദേവി പോലത്തെ വിമൻ ഭക്തി സെയിൻസ് മുമ്പോട്ട് വന്നു. അവർക്ക് കുറേ ശിഷ്യന്മാർ അല്ലെങ്കിൽ അവർക്കൊരു ഫോളോവേഴ്സ് ഉണ്ടായി. അന്നത്തെ കാലത്ത് വെച്ചാൽ ജെൻഡർ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. സോ കെൻ യു എക്സ്പെക്ട് ഒരു പ്രിൻസസ് ടു ലീവ് ഹെർ കിങ്ഡം, ടു ലീവ് ഹെർ ഹസ്ബൻഡ് ബിഹൈൻഡ് ആൻഡ് ഗോ ഇൻ സെർച്ച് ഓഫ് ഗോഡ്? ഇപ്പോഴത്തെ ഒരു കാലത്ത് പോലും നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അന്നത്തെ കാലത്ത് മീരാബായി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ ഹെർ കറേജ് ടു ഡു ദാറ്റ്. നിങ്ങൾ ബുദ്ധിജീവിയായിരുന്നല്ലേ? അങ്ങനെ അറിഞ്ഞില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണ് തീമാറ്റിക്കിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആവുന്നത്. അപ്പം ഒരു ആശയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ
ഈ അതിൻ്റെ ഒരു ഇപ്പം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശരിക്കും എന്താണ് കോൺസെർട്ട് വഴി? സോ ഞാൻ ആദ്യം ചെയ്ത കോൺസെർട്ട് ഇതായിരുന്നു, കോമ്പോസിഷൻസ് ഓഫ് ഭക്തി സെയിൻസ് അക്രോസ് ഇന്ത്യ. ആൻഡ് ഞാനിപ്പം പുതിയതായിട്ടൊരു തീം കൊണ്ടുവന്നത് വെച്ചാൽ ടു എക്സ്പ്ലോർ ദ ഡിവേഴ്സിറ്റി ഓഫ് ഇന്ത്യൻ മ്യൂസിക്. ഇന്ത്യൻ മ്യൂസിക് ഇത്രയും ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല ദാറ്റ് എൻ്റെ ഒരു കോൺസെർട്ട്, എൻ്റെ ഒരു തീമാറ്റിക് കോൺസെർട്ടിൽ എക്സ്ക്ലൂസീവായിട്ട് എല്ലാ ജോണേഴ്സും എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ ഇറ്റ്സ് എ വെരി ഹംബിൾ അറ്റംപ്റ്റ് ഫ്രം മൈ പാർട്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ കവാലി, സൂഫി, ഭക്തി സംഗീത്, മറാഠി അഭംഗ് ഉണ്ടല്ലോ അത്, ഫിലിം മ്യൂസിക്, ഗസൽസ്, ഇതൊക്കെ കമ്പൈൻ ചെയ്ത് ഇത് ഓരോ ജോണേഴ്സിനുള്ള അതിൻ്റെ പോപ്പുലറായിട്ടതും നോട്ട് വെരി പോപ്പുലർ ആയിട്ടുള്ള കോമ്പോസിഷൻസ് ഒക്കെ എടുത്തിട്ട് കോർത്തിണക്കിക്കൊണ്ട് അത് അതിൻ്റെ കൂടെ നരേഷനും ഉണ്ടാവും. ബിക്കോസ് ഐ സ്ട്രോങ്ലി ഫീൽ ദാറ്റ് ഇങ്ങനത്തെ പുതിയ പുതിയ ആശയങ്ങൾ വരുമ്പം ഇറ്റ് ഹാസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ഈവൻ വെർബലി ടു ദ ഓഡിയൻസ്. അല്ലെങ്കിൽ ചിലപ്പം എന്താണ് അഭിരാമി ഫിലിം സോങ്സ് ഒന്നും പാടിയില്ലല്ലോ എന്നൊക്കെയുള്ളൊരു കംപ്ലയിൻസ് ആൾക്കാരൊന്നും വരാം. അപ്പം ഞാൻ ആദ്യം തന്നെ കോൺസെർട്ടിൻ്റെ ആദ്യം തന്നെ പറയും ദിസ് ഇസ് ദ തീം ആൻഡ് ദിസ് ഇസ് വാട്ട് യു ക്യാൻ എക്സ്പെക്ട് വെൻ യു കം ഫോർ ദ കോൺസെർട്ട് എന്നുള്ള കാര്യം. അപ്പം ഇപ്പം ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന ഈ ഒരു ഡിവേഴ്സിറ്റി ആസ്പെക്റ്റ് ആണ്. പിന്നെ പക്ഷേ ഐ തിങ്ക് വൺ കോമണാലിറ്റി അക്രോസ് ബോത്ത് ദ തീംസ് ഇസ് ദാറ്റ് ഐ വാണ്ട് പീപ്പിൾ ടു ടേക്ക് അപ്പ് ദ കോൺസെർട്ട്. സോ എൻ്റെ ഒരു കോൺസെർട്ട് എന്ന് പറയുന്നത് ഞാൻ കൺസെപ്ച്വലൈസ് ചെയ്യുന്ന ഒരു കോൺസെർട്ടിൽ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കിരുന്ന് യൂണിവോക്കലായിട്ട് പാടുന്നതല്ല. ഐ ഇൻക്ലൂഡ് ദ പീപ്പിൾ ആൻഡ് ടു മൈ സർപ്രൈസ് ദേ സിങ് സോ ബ്യൂട്ടിഫുള്ളി വിത്ത് മീ. ഇപ്പം നമ്മൾ മറാഠി അഭംഗ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അഭംഗ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ പാടുന്ന പാട്ടുകളാണ്. വിഠൽ എന്ന ഭഗവാനെക്കുറിച്ച്. സോ ബിയോണ്ട് എനി കാസ്റ്റ്, ബിയോണ്ട് എനി റിലിജൻ, ലാംഗ്വേജ്, ഞാൻ വിഠല എന്ന് അവസാനം ആ ഒരു ചാൻഡ് പോലെ പാടുമ്പം എവ്രിബഡി ജോയിൻസ്. ഇപ്പോൾ ഒരു കവാലി എടുക്കുകയാണെങ്കിൽ ദമാദം മസ്ത് കലന്തർ അല്ലെങ്കിൽ ഛാപ്പ് തിലക്ക്, ഇതൊക്കെ പാടുമ്പം ടുവേർഡ്സ് ദി എൻഡ് പീപ്പിൾ ഗെറ്റ് സോ എനർജൈസ്ഡ് ആൻഡ് ദേ ഓൾ സ്റ്റാർട്ട് ക്ലാപ്പിംഗ്. ആൻഡ് അവസാനം അതൊരു ഭയങ്കര ഒരു യൂണിഫൈങ് ഫീലിംഗ് വരും വേർ യു ദ ലിസണേഴ്സ് ആൻഡ് ദ മ്യൂസിക് ബിക്കംസ് വൺ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഉണർത്താൻ വേണ്ടിയിട്ട് കവാലി നമുക്കൊന്ന് കാശിയാലോ? ഓ ഡൺ ഷുവർ. ഇവരൊക്കെ കൈയടിക്കുമെന്ന് നോക്കാം, കൂടെ പാടുമെന്ന് നോക്കാം. ഞാൻ ചേട്ടനും പാടണം, ഞാൻ പറയാൻ വരുമായിരുന്നു. അല്ല, ഞാൻ ദേവസഭാതിലൊക്കെ പാടി കേട്ടിട്ടുണ്ടല്ലോ. പാട്ട് മതിയാക്കിയല്ലോ. എന്നോട് എല്ലാവരും പറഞ്ഞു പാടണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പാടി. പക്ഷേ ഐ ആം ഷുവർ ഇതൊക്കെ എല്ലാവർക്കും കൂടെ പാടാൻ പറ്റുന്ന പാട്ടുകളാണ്. അതെ അതെ അതെ. ഞങ്ങൾ ആത്മവിശ്വാസം തരാൻ വേണ്ടിയിട്ട് ബുദ്ധിജീവികൾ ഇങ്ങനെ പലതും പറയും. ഞങ്ങൾ ഞങ്ങൾ മാനസികമായി പിന്തുണയ്ക്കുന്നതായിരിക്കും. നമ്മൾ സൂഫിയില് കവാലിയിൽ ഇങ്ങനെ കേട്ടോ ക്ലാപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ക്ലാപ്പ് ചെയ്യാം. ക്ലാപ്പ് ചെയ്തായിരുന്നു. ക്ലാപ്പ് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും ക്ലാപ്പ് ചെയ്യണേ. ഹോ चार चराग तेरे बलन हमेशा, चार चराग तेरे बलन हमेशा, चार चराग तेरे बलन हमेशा, पंजवा में बालन आई बला झूले लालन, पंजवा में बालन पंजवा में बालन आई बला झूले लालन, सिंधड़ी दा सेवन दा सखी शाबाश कलंदर, दमादम मस्त कलंदर, अली का पहला नंबर, दमादम मस्त कलंदर, सखी शाबाश कलंदर, ओ लाल मेरे लाल मेरी ओ लाल मेरी, लाल मेरी पत रखियो बला झूले लालन, सुंदड़ी दा सेवन दा सखी शाबाश कलंदर, दमादम 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 मस्त कलंदर, अली का पहला नंबर, दमादम मस्त कलंदर, अली का पहला नंबर. അളേ വേറെ ലെവൽ.
പൊളി. താങ്ക് യു സോ മച്ച്. ബുദ്ധിജീവി. പക്ഷേ നിങ്ങൾ ഇൻസ്റ്റയിൽ ചില സാധനങ്ങൾ മെഡ്ലി ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നാട്ട ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വൃന്ദാവന സാരംഗയും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മളിവിടെ വീണ്ടും അവതരിപ്പിക്കാം. സന്തോഷമേ ഉള്ളൂ. അത് വ്യൂസ് ഒന്നും എൻ്റെ ഇൻസ്റ്റ നോക്കിയാലും ഭയങ്കര ഡോർമെൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാമാണ്. പക്ഷേ ഐ റിയലി വിഷ് ഇറ്റ് റീച്ചസ് മോർ പീപ്പിൾ. അപ്പം വിത്ത് പ്ലഷർ ഞാൻ പാടാം. ആദ്യം നാട്ട പാടാം. അത് നമുക്ക് പാടുമ്പം ജസ്റ്റ് വരുന്നതാട്ടോ ആ കമ്പൈലേഷനെ. ഇത് കഴിഞ്ഞിത് എന്ന് പറഞ്ഞ് വന്നതല്ല, വളരെ ഓർഗാനിക് ആയിട്ട് ഈ ഒരു പാട്ടിൽ വൺ ആഫ്റ്റർ ദി അതർ വന്നതാണ്. വീണ്ടും അങ്ങനെ തന്നെ വന്നോട്ടെ. ഓക്കെ ഓക്കെ. നറുമുകൈ നറുമുകൈ നീയൊരു നാളികை நில்லாய், சின்கனி ஊறிய வாய் திறந்து நீயொரு திருமொழி சொல்லாய், அறியாமை தான் இங்க பேரின்பமந்தே, காதலின் வகுப்பில் மாணவதான் பண்டிதனே, തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു ഞാനിന്നു നിൻ കാതിൽ പറഞ്ഞു. സരയൂ നദി പോൽ തിരയിടും ആത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം. ഗോപാംഗനെ ആത്മാവിലെ സ്വരമുരളിയിൽ ഒഴുകും സാരംഗയിൽ പാലോലുമേ വരമംഗള കലികേ രാധികേ വരൂ വരൂ നിലാവിൻ പാർവെള്ളിയിലാടാനോ മനെ വരൂ വരൂ വസന്തം പൂനീ ചോരാറായി കരിവീരത്തളിരുകളിൽ മാകന്ത പൊന്നൊളിയിൽ രാസലോലയാമമാക്കി തരളിതമാ. അത് കൊള്ളാം. ഇടയ്ക്കൊരു പാട്ട് മിസ് ചെയ്തു, പക്ഷെ കുഴപ്പമില്ല. ജഗദാനന്ദ കാരകയുടെ ഒരു പാനി പാനി പമ പമ പമഗ ഗമ ഗമരി സനി സഗമ പ പാനി പസനി നി സമാരി സാനി പമ ഗമ പസാനി പനി പമരി സരി ഗം. അത് അടിപൊളി. ഇനി വൃന്ദാവന സാരംഗ. ഓക്കെ. ഞാനങ്ങനെ വിടുമെന്ന് വിചാരിച്ചു. പാട്ടുകാരെ പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. പാതി വിരിഞ്ഞാൽ കൊഴിയുവതല്ലിൻ പ്രണയമെന്നല്ലോ പറഞ്ഞു നീ, അന്നു നിൻ കാമിനിയായി ഞാൻ ചലിയേ കുഞ്ചനുമോതും ഹമമില ശ്യാമ ഹരേ, മഴയുടെ തന്തികൾ മീട്ടി നിന്നാകാശം മധുരമായ ആർദ്രമായി പാടി, തുവന്ത വീഴും കൊഴിയിടയ വിണ്ണോട് വിളയാടും പെണ്ണന്ത പിന്നല്ലോ. നിസ നിസ സ നിസരി മ പ മ പ സാ നീ നാം ഉണരുമ്പോൾ രാവലിയുമ്പോൾ ഹരിതവാനികളിലെ ഇലകളിരിയുമൊരു ചിതയുടെ കനാലൊളിയോ ഗ്രീഷ്മം ഗ്രീഷ്മം മഴയിൽ രാത്രി മഴയിൽ ആ ആ ഗ്രീഷ്മം വന്നിട്ട് മഴയിലെന്ന് പാടുന്നില്ലേ, യോജിപ്പിച്ച് പാടുന്നില്ലേ, അതാണ് ആ സുഖം. ഭയങ്കര രസമായിട്ട് ആസ്വദിക്കാൻ വളരെ ബ്യൂട്ടിഫുൾ സോങ്സ് ആണ് ഇതെല്ലാം. ഇങ്ങനെ എൻജോയ് ചെയ്ത് നമുക്ക് പാടാൻ പറ്റും. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ 1 minute 30 seconds റീലാണെങ്കിലും ദ വർക്ക് ബിഹൈൻഡ് ദാറ്റ് കുറച്ച് പണിയുള്ള പരിപാടിയാണ്. നമ്മൾ പാടാതെ വിട്ടുപോയ പാട്ടുണ്ട് കേട്ടോ. അതെ, ബാബുക്കൻ്റെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. അപ്പം നമ്മൾക്ക് ദുബായിൽ ഉണ്ടായാലൊരു ഗുണം ഞാൻ എപ്പോഴും നോക്കി കാണുന്നത്,
കുറേ മെഹഫിൽ നടക്കുമായിരുന്നു വീക്കെൻഡുകളിൽ. അതായിരുന്നു നമ്മുടെ മലയാളികൾക്ക് ഒരു മുമ്പ് പറഞ്ഞ പോലെ ഈ മരുഭൂമിയിൽ എന്താ വെള്ളം എന്നൊക്കെ നമുക്ക് പറയുന്ന രീതിയിൽ ഈ മെഹഫിൽസ് യൂസ് ടു ബി വെരി എനർജൈസിങ്. അപ്പം നല്ലൊരു ടീം ഉണ്ടായിരുന്നു നമുക്ക്, തബലയാണെങ്കിലും ഹാർമോണിയം, സിത്താർ. അപ്പം മെഹഫിലുകളിൽ കൂടുതലും പോപ്പുലർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ബാബുക്കാൻ്റെ പാട്ടിലാണ്. ബാബുക്ക, പി ഭാസ്കരൻ മാഷ്, ജാനകി അമ്മ, ഇതൊരു മാജിക്കൽ ട്രയോ എന്നാണ് ഞാൻ എപ്പോഴും വിശേഷിപ്പിക്കുന്നത്. അവരുടെ ഒരു കൂട്ടുകെട്ടിലുണ്ടായിട്ടുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ലൈക്ക് ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് നമുക്ക്, ഞാനെപ്പോഴും പറയുന്നത് വെച്ചാൽ നമുക്ക് സന്തോഷം വന്നിരിക്കുമ്പോഴും നമ്മൾ ഭയങ്കര ഡെസ്പായിട്ടിരിക്കുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ ഒരു കൂട്ടം ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നൊരു സെലിബ്രേറ്ററി മൂഡാണെങ്കിലും ഒക്കെ ഈ എല്ലാ സിറ്റുവേഷൻസിനും നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടുകളാണ് ബാബുക്ക നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പം പ്രാണസഖി ചെയ്ത ഒരാൾ തന്നെയാണ് ഒരു പുഷ്പം മാത്രമേ, രണ്ടും ഭയങ്കര വേറിട്ട ഡിഫറെൻറ്റ് ഫീലാണല്ലോ. എങ്കിലും എന്നോമലാൾക്ക് താമസിക്കാനിൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ ഉയർത്താം. മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ, മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവേദികളിൽ വേണുവോതുമാട്ടിടയൻ. പ്രാണസഖി ഞാൻ. ഒരു മലയാളി ഈ പാട്ട് പാടി ആസ്വദിക്കും, സ്വന്തമായിട്ട് പാടി ആസ്വദിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത്. എന്നാൽ ഇത് മറ്റുള്ളവർക്ക് പാടിക്കൊടുക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ തന്നെ ഒരു ആസ്വാദനമുണ്ട് ഇതിൻ്റെ. പാട്ടറിയുന്നവരും പാട്ടറിയാത്തവരും ഒക്കെ ഒരേപോലെ ആസ്വദിക്കുന്ന ഒരു സാധനമാണ്. നമ്മളൊക്കെ ഉള്ളിലേക്ക് ഇത് പാടിയിട്ട് നമ്മളൊക്കെ ഓക്കെയാണ്, നമ്മളൊക്കെ ഈ പാട്ട് പാടാൻ യോഗ്യരാണ് എന്ന് സങ്കല്പിക്കുന്നൊരവസ്ഥയുണ്ട്. ഞാൻ ഓരോരുത്തരുടെയും മനസ്സ് ഈ പാട്ട് പാടുന്ന സമയത്ത് വായിക്കാൻ ശ്രമിക്കാറുണ്ട്. പാട്ട് കേൾക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് ഞാൻ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് നമ്മളൊരു മാജിക്കാണിത്. നമ്മൾ സാധാരണ പാട്ടിനെ ഫോളോ ചെയ്യും പോലെ അല്ല ശരിക്കും ഈ പാട്ടിനെയൊക്കെ ഫോളോ ചെയ്യുന്നത്. ഈ പാട്ട് കേൾക്കുമ്പോൾ പലരും പലതരത്തിലുള്ള അഭിപ്രായവും പറയും. ഓരോരുത്തർ പാടുമ്പോഴും ഇത് ഓരോന്നായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പാട്ടാണ്. പറഞ്ഞാൽ തീരാത്ത ഒരു പാട്ടാണ്. ഒരുപാട് പേര് എഴുതിയിട്ടുള്ള പാട്ടാണ്, ഒരുപാട് പേര് പാടുന്ന പാട്ടാണ്, ഇനി ഒരുപാട് കാലം ജീവിച്ചിരിക്കുന്ന പാട്ടാണ്. സ്വന്തം പാട്ട് ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട് പാടാൻ, ഓമനപ്പൂവേ. അത് പാടാം നമുക്കിനി. കണ്ണിലെ മലരമ്പിനാൽ എൻ്റെ തങ്കമേ മുറിവേറ്റു ഞാൻ ഓമനപ്പൂവേ, ഓമനക്കോമള താമരപ്പൂവേ. രാവുമായില്ലേ ഇനിയും നേരമായില്ലേ, വിരിയാൻ താമസമെന്തേ. കരളിച്ചേലുള്ള പൂക്കിരി പണ്ട് നോണുമാവല്ലേ, ദൂരെ മാറി നിന്നോടെ പാതിരാ താരകൾ കാണൂലേ. പാദസരത്താളം കേൾക്കേ കാതിനിന്നോളമായി, വാർമുടിയിലേതു പൂവായി പാതയിൽ വീണുപോയി. പറയാനെന്തു വീണ്ടും ചുണ്ടിൽ തങ്ങി മിണ്ടാൻ വയ്യ. ശരിക്കും ഇതൊക്കെ പാടിയിട്ട് ശരിക്കും എന്താണ് IASന്റെ പ്രിപ്പറേഷൻ പോയോ? ഇതാണോ ശരിക്കും സംഭവിച്ചത്? കഥ എന്താണ്? ഇല്ല, സംഗീതം എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ചിലപ്പോൾ അത് പ്രൊഫഷണലി ഞാൻ കുറച്ച് മാറി നിന്നുള്ളത് ശരിയാണ്.
പക്ഷേ മ്യൂസിക്കിൽ നിന്ന് ഒരിക്കലും, സംഗീതത്തിൽ നിന്ന് ഒരിക്കലും മാറി നിന്നിട്ടില്ല. ഞാൻ ആ സമയത്തും പഠിക്കുന്നുണ്ടായിരുന്നു, സാധകം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു അക്കാഡമിക് ബ്രേക്ക് എന്ന രീതിയിൽ ഞാൻ ഒരു 3 വർഷം ഒരു ബ്രേക്ക് എടുത്തു അക്കാഡമിക്കലി പോവാൻ വേണ്ടിയിട്ട്. അപ്പം രണ്ടും എനിക്ക് കൊണ്ടുപോകണമെന്ന് ഭയങ്കര കുഞ്ഞുനാളെ തൊട്ട് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം പക്ഷേ സംഗീതം ഇസ് ലൈക്ക് ബ്രെത്ത്, അല്ലെങ്കിൽ ഓക്സിജൻ എന്നാണ് ശരിക്കും പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ തള്ളി അതിന് വേണ്ടി കോൺഫിഡൻസ് എന്ന എൻ്റെ ഗുരുനാഥൻ തന്നെയാണ്. അപ്പം പെരുമ്പാവൂർ സാർ പറയും, മ്യൂസിക് ഈസ് വിത്തിൻ യു. സംഗീതം നിന്നിൽ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നൊരു കാര്യമാണ്. അപ്പം ഇറ്റ് വിൽ റിസീവ് യു വെൻ എവർ യു വാണ്ട് ടു കം ബാക്ക്. അങ്ങനെ എടുത്ത് ബ്രേക്ക്. മറ്റേ പരീക്ഷ ഏതുവരെ എത്തി? സിവിൽസോ? മെയിൻസ് എഴുതി, പക്ഷെ ചെറിയ നാരോ മാർക്കിന് അതെനിക്ക് പോയി. സോ 3 attempts കൊടുത്തു. സോ മെയിൻസ് വരെ പോവാൻ പറ്റി. ഐ തിങ്ക് ഐ വാസ് ഓൺ ദ റൈറ്റ് ട്രാക്ക്. പക്ഷേ കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പം അങ്ങനെ കുറച്ച് മാർക്കിന് നാരോ ആയിട്ടുള്ളൊരു മിസ്സായിപ്പോയി. പക്ഷെ നോക്കാം. പക്ഷേ ഇപ്പം സംഗീതമാണ് മെയിൻ. സംഗീതം തന്നെ തുടരൂ. നമ്മൾ റഹ്മാൻ സാറിനെയും വിട്ടുപോയി. പിന്നെ എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥിയുടെ ഏതെങ്കിലും ഒരു തമിഴ് സോങ് നോക്കുക, മലരെ തന്നെ നോക്കാൻ പറ്റുകയാണെങ്കിൽ അത് നോക്കാം. തീർച്ചയായും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ദർബാരി, കാനഡ ഒക്കെ നമുക്ക് പറയാം മ്യൂസിക്കലി. അതിനപ്പുറം SPBയും ജാനകി അമ്മയും പാടിയ ഭീകരമായിട്ടുള്ളൊരു പാട്ടാണ്. ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് ആ സിംഗേഴ്സ് ഇറ്റ്സ് വെരി, നമുക്ക് പേടിയാണ് ശരിക്കും പറഞ്ഞാൽ ലൈവായിട്ടൊക്കെ ആ പാട്ട് പാടാൻ. ബിക്കോസ് ആ ഒരു മേസ്ട്രോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാട്ട് നമ്മൾ ഫുൾ ജസ്റ്റിസ് കൊടുക്കണമല്ലോ. പക്ഷേ ഡെഫിനറ്റ്ലി ആൻഡ് ഐ ലൈക്ക് ടു മേക്ക് ദിസ് ആസ് എ ഹംബിൾ ട്രിബ്യൂട്ട് ടു SPB സർ. ഇറ്റ്സ് എ ഗ്രേറ്റ് ലോസ് ഫോർ അസ്. ആൻഡ് പേഴ്സണലി ഐ എം എ ഹ്യൂജ് SPB ഫാൻ. മുമ്പ് നമ്മൾ ബാബുക്കൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്, ഏത് സാഹചര്യത്തിലിരിക്കുമ്പോഴും SPB സാറിൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മൂഡെല്ലാം ഓൾ റൈറ്റ് ആണ്. അത് അദ്ദേഹത്തിൻ്റെ ആ വോയിസ് ഡൈനാമിക്സും നമ്മൾക്ക് ഈ മൂവിയിലൊക്കെ ആക്ട് ചെയ്യുന്ന പോലത്തെ എക്സ്പ്രഷൻസ് ആണ്. എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല ചില സമയം. നോ ഐഡിയ. അതുപോലെ ജാനകി അമ്മയും പാട്ടിനിടയിലുള്ള ചിരി, പക്ഷെ ആ ചിരി എന്തൊരു മ്യൂസിക്കലാണ്. ആ ശ്രുതിയിലായിരിക്കും ചിരിക്കുക, പക്ഷെ രണ്ടുപേർക്കും മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ആ ഒരു പാട്ട് എന്തായാലും ആസ് എ ഫിറ്റിംഗ് ട്രിബ്യൂട്ട് പാടാം. പാതി ജീവൻ കൊണ്ട ദേഹം வாழ்ந்து வந்ததோ நீதி ஜீவன் உன்னை பார்த்து போது வந்ததோ ஏதோ சுகம் உள்ளூருதே ஏனோ மனம் தள்ளாடுதே ஏதோ சுகம் உள்ளூருதே ஏனோ மனம் தள்ளாடுதே விரல்கள் தொடவா விருந்தை பெறவா மார்போடு கண்கள் மூடவா மலரே மௌனமா மலர்கள் பேசுமா. നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിക്കുന്നതിന് മുമ്പുള്ള അഭിരാമി അല്ല ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് പഠിപ്പ് പോരാന്നുള്ളത് എനിക്ക് മനസ്സിലായി. കുറച്ചുകൂടെ തയ്യാറെടുപ്പോടുകൂടി അഭിരാമിയുടെ മുമ്പിലേക്ക് വരേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അടിപൊളി. കുറേ നേരം പാട്ട് പാടി വിടാൻ തോന്നുന്നില്ല. ഒരു പാട്ടും കൂടെ പാടിപ്പിച്ചിട്ട് അങ്ങ് വിട്ടാലോ എന്ന് വിചാരിക്കുക. ഡെഫിനറ്റ്ലി. നമുക്ക് ഹിന്ദി പാടില്ലല്ലോ, അപ്പം എനിക്ക് കുറേ ഓൾഡ് ബോളിവുഡ് ഹിന്ദി സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. റാഫി സാബ്, ലതാജി. I think I should credit my dad for that, because he has a huge collection of CDs and cassettes. ഇന്നലെ കൂടെ നമ്മൾ പറയായിരുന്നു 1990s ബുദ്ധിജീവിയുണ്ടെന്ന് നേരത്തെ തന്നെ എനിക്ക് തോന്നിയിരുന്നു. അത് ഈ ബുദ്ധിജീവിയാണെന്നുള്ള ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ വീട്ടിലെ ശരത് സാർ അമ്മയാട്ടോ പഠിപ്പിക്കല്ലേ, അങ്ങനെയല്ല. കുഞ്ഞുനാൾ തൊട്ട് ഷീസ് ബിൻ പാടില്ല, പക്ഷെ നമുക്ക് നല്ല മ്യൂസിക് സെൻസ് ആണ്. പിന്നെ എവ്രിബഡി ഇൻ ദ ഫാമിലി, അമ്മൂമ്മ, എവ്രിബഡി ഹാസ് ബിൻ വെരി മച്ച് ഇൻവെസ്റ്റഡ് ഇൻ മൈ ലൈഫ് ആൻഡ് മ്യൂസിക്. ഓഫ് കോഴ്സ് ഒരു കുട്ടി മാത്രമേ ഉള്ളൂ അവിടെ. അതെ. പക്ഷെ പിന്നെ ഐ എം ഓൾസോ ഗെറ്റിംഗ് മാരിഡ് ദിസ് ഏപ്രിൽ. സോ അവിടെയാണെങ്കിലും എവ്രിബഡി ദ ലവേഴ്സ് ഓഫ് മ്യൂസിക്. അപ്പം അങ്ങനെ സറൗണ്ടഡ് ബൈ മ്യൂസിക് ലവേഴ്സ് എന്ന് പറയാൻ പറ്റും വീട്ടിൽ തന്നെ.
സോ ഹിസ് നെയിം ഇസ് നന്ദകിഷോർ. അദ്ദേഹം ഒരു ആർക്കിടെക്റ്റ് ആണ്. ഹിസ് റണ്ണിങ് എൻ ആർക്കിടെക്ചറൽ ഫേം കൊല്ലത്ത്, ഡിസൈൻ റൂം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ലതാജിയുടെ ഒരു പാട്ട്. पास आइए कि हम नहीं आएंगे बार-बार, बाहें गले में डाल के हम रोल ज़ार-ज़ार. പറഞ്ഞതെല്ലാം ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പൊളിക്കടാ, കുറേ പാട്ട് പാടി ഇനിയും വാ. താങ്ക് യു സോ മച്ച്. അന്നുണ്ടാക്കിയ ഹിറ്റുകൾ പോലെ കുറേ ഹിറ്റുകളും സിനിമയിലും കൂടെ ഉണ്ടാവട്ടെ. അടിച്ചു കയറി വന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ടു ഓൾ മൈ ലിസണേഴ്സ് ആൻഡ് ഓഡിയൻസ്. കുറേ നാൾക്കൊരു ബ്രേക്ക് എടുത്തെങ്കിലും ഐ മീൻ ഇപ്പോഴും എനിക്ക് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദറ്റ് പീപ്പിൾ ലവ് മീ അ ലോട്ട് ആൻഡ് മൈ മ്യൂസിക്. സോ താങ്ക് യു ടു എവറി വൺ ആൻഡ് താങ്ക് യു ചേട്ടാ ഫോർ ഹാവിങ് മീ ഓൺ ദ ഷോ. ഭയങ്കര ഓണറായിരുന്നു ശരിക്കും പറഞ്ഞാൽ ടു ഷെയർ സം ടൈം വിത്ത് യു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് മീ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.